ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ കുവൈറ്റിൽ ചപ്ര മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ മാർക്കറ്റിൽ പോയതിൻ്റെ അവിടുത്തെ കുറേ വിശേഷങ്ങൾ, അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെയാണ്. പിന്നെ എൻ്റെ സൗണ്ടിന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്, ചെറുതായിട്ടൊന്ന് പനി പിടിച്ചതാണ് കേട്ടോ, അതിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വന്നാലോ. ഇതാണ് നമ്മൾ ചപ്ര മാർക്കറ്റിലേക്ക് കയറുന്നതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പം ഇവിടെ നല്ല വിശാലമായ ഉള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എവിടെയാണോ മേടിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യാവേ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ ചപ്ര മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് വന്നാണ്. ഇവിടെ വെജിറ്റബിളിൻ്റെ മാർക്കറ്റാണ്. ഇവിടെ ഒത്തിരി വില കുറവുണ്ട്. അപ്പം ഞങ്ങൾ മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് അവിടെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇതുപോലെ അങ്ങ് വിശാലമായിട്ട് കിടക്കുമോ. ഞങ്ങൾ മൊത്തം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഞങ്ങൾ കുറച്ചേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. മെയിനായിട്ട് ഞങ്ങൾ ഡേറ്റ്സ് മേടിക്കാനായിട്ടോ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ വില കുറച്ച് കിട്ടുകയും ചെയ്യും. വില കുറവാന്നോർത്ത് ക്വാളിറ്റി ഇല്ലാത്ത ഡേറ്റ്സ് അല്ല കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്ന് നല്ല ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ സ്ഥിരം ഇവിടെ വന്നാണ് മേടിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് പല വെറൈറ്റിയിലുണ്ട്. ഇപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിൻ്റെ വില 1 ദിനാറ് തൊട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. 1 ദിനാറ്, 1.5 ദിനാറ്, 1.25, 2 അങ്ങനെയാണ് അതിൻ്റെ വില വരുന്നത്. അതിൻ്റെ കൂടിയതും ഉണ്ട് കേട്ടോ. മൊത്തം ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു പല പല സൈസുകളുണ്ട്, പല വെറൈറ്റിയിൽ, പല പ്രൈസിലൊക്കെ കേട്ടോ. നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് മേടിച്ചുകൊണ്ടൊക്കെ പോകാൻ നല്ലതാണ്. കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഏത് മേടിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് മുട്ടയുടെ കേട്ടോ. അതുപോലെ തന്നെ അതൊരു കുറേ ഭാഗത്ത് ഇങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ആ പോയ വഴി മാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിത് കാണുന്നത് വെജിറ്റബിളും ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഇത് കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതിങ്ങനെ കുറേ ഏരിയാസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൊത്തം ഒന്നും കവർ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ആ ചീരയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം ഫ്രഷാന്ന്. പിന്നെ ഇങ്ങ് വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് സവോള, പൊട്ടറ്റോ ഒക്കെ ആയിട്ടോ കാണുന്നത്. മൊത്തം ഒന്നും ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകും കേട്ടോ. ഒത്തിരി കാര്യങ്ങളൊന്നും മേടിച്ചില്ല. കുറച്ച് ഈന്തപ്പഴവും ഒരു മുട്ടയുള്ളൂ മേടിച്ചുള്ളൂ. ഇത് കാര്യമായിട്ട് വെജിറ്റബിളൊന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാട്ടോ. അതൊരു ഇലക്ട്രോണിക് ഷോപ്പാണേ. ഞങ്ങളവിടെ പോയത് ഞങ്ങളുടെ ഒരു കുറേ വർഷത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കേട്ടോ. കുറേ നാളായി ഞങ്ങളത് ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും മേടിക്കാൻ പോകുമ്പം അത് നമ്മൾ പറ്റാതെ നമ്മളത് വിട്ടിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞ് വന്നു. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു എയർ ഫ്രയർ മേടിക്കണമെന്ന് കേട്ടോ. എല്ലാവരും മേടിക്കുന്നതൊക്കെ കണ്ടപ്പോഴും നമുക്ക് അതിനൊരു സാഹചര്യം ഒത്തു വന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു എയർ ഫ്രയർ മേടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ടച്ച് സ്ക്രീൻ്റെ അല്ല ആക്ച്വലി മേടിച്ചത്, ഞങ്ങൾ മാനുവലിൻ്റെയാണ് മേടിച്ചത് കേട്ടോ. ടച്ച് സ്ക്രീന് അത്ര അങ്ങ് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. മാനുവലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ മേടിച്ചത്. ഞങ്ങൾ എടുത്ത കമ്പനി ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. 5.8 ലിറ്ററിൻ്റെ ഇതാണ് മേടിച്ചത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി അത് തുറന്ന് കാണിക്കുന്നതൊക്കെ അവിടുത്തെ സെയിൽസ്മാൻ നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിക്കുന്നത്. അങ്ങനെ ആ കടയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ മേടിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണെന്ന് അയാൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഈ കാണിക്കുന്ന വാച്ചല്ല കേട്ടോ ഗിഫ്റ്റ്. അത് ഞാൻ അതിലെ കൂടെ പോയപ്പം ജസ്റ്റ് ഒന്ന് എടുത്തെന്നുള്ളൂ. അതെടുക്കാനൊരു കാരണമുണ്ട്. ഞാൻ അവിടെ നോക്കിയപ്പോൾ ആ ഒരു ക്ലോക്ക് കണ്ട്. പണ്ടൊക്കെ ഇല്ലായിരുന്നോ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ ക്ലോക്ക്, സമയമാകുമ്പോഴത്തേക്കും 2 കിളി ഇറങ്ങി വരുന്നത്. ഇതാണ് അവർ പറഞ്ഞ ഗിഫ്റ്റ് കേട്ടോ. ഒരു മസാജിങ് ചെയറാണ്. അപ്പം നമുക്ക് അതിനകത്തൊന്ന് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ്. ഞാൻ ട്രൈ ചെയ്തില്ല, ഇച്ചായനാണ് ട്രൈ ചെയ്തത്. ഇച്ചായൻ പറഞ്ഞത് ഉരുളങ്കല്ല് പോലെ ഏതാണ്ട് ഉരുട്ടുന്ന പോലെ തോന്നി എന്നൊക്കെ.
അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ഒക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെളിയിൽ ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് ഈ ഒരു കടയിൽ നിന്നാട്ടോ മേടിച്ചത്, ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ചുമ്മാ ഇങ്ങനെ വലിയ വിശാലമായിട്ടൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം ചുമ്മാ റൗണ്ട് ചുറ്റി ഒരു വീഡിയോ എടുത്തത് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആകാശത്തിലൂടെ ഒരു വിമാനം പോകുന്നത് കണ്ടപ്പോഴത്തേക്കും പിന്നെ അതൊരു രസം തോന്നിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. കാണാൻ നല്ല രസം തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ലുലുവിലേക്ക് കേട്ടോ. ഞങ്ങൾ ലുലു വന്നപ്പോൾ ഇവിടെ മാംഗോ ഫെസ്റ്റ് ആട്ടോ. മൊത്തം മാംഗോ ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ മാംഗോയുടെ ട്രെൻഡിങ് അല്ലേ, മാംഗോ പുട്ട്, മാംഗോ ചീസ് കേക്ക്, അങ്ങനെ പല ഇതുണ്ടല്ലോ. അപ്പം ഞാനും ഓർത്തന്ന് ഒരു മാംഗോ പുട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നോർത്താണ് മാങ്ങ മേടിച്ചത്. അത് ഞാൻ നേരത്തെ മാങ്ങാപ്പുട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ പോയി കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാതെ. ലുലുവിലാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും കേട്ടോ. അത് വേറെയാണ്. ഇച്ചിരി പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ അൽഫോൻസ മാങ്ങയും പിന്നെ മേടിച്ചത് ഈ മാങ്ങായാണ്. ഇതിൻ്റെ പേര് തോട്ടാപ്പൂരി എന്ന് കേട്ടോ. ഇതും പക്ഷെ നല്ല മധുരമുള്ള മാങ്ങായായിരുന്നു കേട്ടോ. രണ്ടും നല്ല മധുരമായിരുന്നു. പിന്നെ ഇത് ബദാമി കേട്ടോ. ഇത് ചിലപ്പോൾ നന്നായിട്ട് കിട്ടും കേട്ടോ, ചിലത് അത്രയ്ക്കും പോരാ. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇത് മേടിച്ചില്ല. ഇതൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തി ആയിരുന്നു കേട്ടോ. കുഴിമന്തിയുടെ കൂടെ ഒരു ചട്നിയുണ്ട്, സലാഡുണ്ട്, പിന്നെ ഒരു സോസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ചെയ്തത് ഗ്രിൽഡ് ചിക്കനാണ്, ബീഫ് വരട്ടിയത്, പിന്നെ പൊറോട്ടയും പിന്നെ ഈ ഗ്രില്ലിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റൊട്ടിയും കൂടെ കിട്ടും കേട്ടോ. ഇത്രയും ഫുഡ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് പിന്നെ എല്ലാവർക്കും വീട്ടിൽ പോയാൽ മതി എന്നായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു വഴുതാട്ടോ. അപ്പോഴത്തേക്ക് ഈ സൺസെറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് ഭയങ്കര ഒരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.